ഞാൻ തിരികെത്താം. കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി, കുടുംബവും പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും നടത്തിയ പോരാട്ടത്തിന്റെ ധാർമ്മിക വിജയമാണ് ഈ വിധിയെന്ന് കോൺഗ്രസ് ആവർത്തിച്ചു പറയുന്നു, അവകാശപ്പെടുന്നു. അപ്പോൾ ഈ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ലഭിക്കാതെ പോയത് CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള കള്ളക്കളിയാണെന്നുള്ള ആരോപണമായി BJP ഇതിനൊപ്പം നിൽക്കുന്നു. കോൺഗ്രസിന്റെ ഒരു വിഭാഗം പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു ആരോപണം ഇതിനൊപ്പമുണ്ട്. ഈ ഒരു വിധി CPM-നേറ്റ കനത്ത തിരിച്ചടിയാണ് എന്നുള്ളതിൽ തർക്കമില്ല. അതിൽ കോൺഗ്രസ് രണ്ടാമെന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്ന ഒരു ആരോപണമുണ്ട്. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഹലോ റിജിൽ, കേൾക്കുന്നുണ്ടോ? ഹലോ റിജിൽ, ഞാൻ ചോദിച്ചത് കേട്ടിരുന്നോ? കേൾക്കാം. നിങ്ങൾ പറയുന്നത് കുറച്ചേ കേട്ടുള്ളൂ, ബാക്കി കേട്ടില്ല. റിജിൽ, ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ആവർത്തിക്കുന്നത് ഇത് കോൺഗ്രസും ഇവരുടെ രണ്ടുപേരുടെയും കുടുംബവും നടത്തിയ നിയമ പോരാട്ടത്തിന് വിജയമെന്ന് കോൺഗ്രസ് ആവർത്തിക്കുമ്പോൾ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ കിട്ടാതെ പോയതിന് പിന്നിൽ കോൺഗ്രസിന്റെ ഒരു വിഭാഗം CPM-ഉമായി നടത്തിയ കള്ളക്കളിയാണെന്ന് BJP അടക്കം ആരോപിക്കുന്നു. മുഴുവൻ പ്രതികൾക്കും ശിക്ഷ കിട്ടാതെ പോയ ഒരു സാഹചര്യമുണ്ട്. അത് തൃപ്തികരമല്ല എന്ന് കുടുംബം പറയുന്നു. ആ ഒരു വിഷമം കുടുംബം പങ്കുവെക്കുകയും ചെയ്യുന്നു. കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ആരോപണങ്ങൾ ഒരു വശത്ത് വരികയും ചെയ്യുന്നു. CPM-ന് ഈ വിധി തിരിച്ചടിയാണ്, യാതൊരു തർക്കവുമില്ല. പക്ഷെ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ കിട്ടിയിട്ടില്ല. കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിന് അതിൽ പങ്കുണ്ട് എന്നുള്ള ആരോപണത്തിന് കൂടി മറുപടി പറഞ്ഞുകൊണ്ട് റിജിൽ. ശ്രീമതി അപർണ, ഈ പെരിയാർ കൊലക്കേസുമായി ബന്ധപ്പെട്ട് നാളിതുവരെ കോൺഗ്രസ് പാർട്ടിയും കുടുംബവും എടുത്തിട്ടുള്ള അതിശക്തമായിട്ടുള്ള നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വിധി വന്നിട്ടുള്ളതെന്ന് സംബന്ധിച്ച് തർക്കമില്ലാത്തൊരു കാര്യമാണ്. തീർച്ചയായും ഈ കേസ് CBIക്ക് വിടുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പലരും പ്രതികളാകപ്പെടില്ല എന്നുള്ള കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഗൂഢാലോചന നടത്തിയ നേതാക്കന്മാർ, CPM-ന്റെ ഉന്നത നേതാക്കന്മാർ, മുൻ MLA, ഏരിയ സെക്രട്ടറി, അതോടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ ഉൾപ്പെടെ ഉന്നതരായ CPM-ന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. അപ്പൊ ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം നടക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള നിലപാട് കുടുംബത്തോടൊപ്പം പാർട്ടിയും ഏറ്റെടുത്ത് മുമ്പോട്ട് പോയത്. ആ കേസിനകത്ത് ഇപ്പൊ വിധി, CBI കോടതിയുടെ വിധി ഇപ്പം ഇന്ന് വന്നപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഗൂഢാലോചനയിൽ പെട്ട ആളുകൾക്ക് ശിക്ഷ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതിനകത്ത് ഞങ്ങൾ ശക്തമായ രൂപത്തിലുള്ള നിയമ നടപടികളുമായി മുമ്പോട്ട് കുടുംബം ആലോചിച്ചിട്ട് ഈ പറഞ്ഞ മുഴുവൻ പ്രതികൾക്കും, പ്രിയപ്പെട്ട ശരത്തിന്റെയും കൃപേഷിന്റെയും കുടുംബം പറഞ്ഞതുപോലെ തന്നെ അവർക്കും കൂടി ശിക്ഷ കിട്ടണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഇതിന്റെ വിധി പൂർണ്ണമാകൂ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കമില്ല. ഇപ്പൊ BJP ഉൾപ്പെടെയുള്ള ആളുകൾ ആരോപിക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് അത് അവർ വ്യാലിശമായി പറയുന്ന കാര്യമാണ്. കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കേസിനകത്ത് ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു കോൺഗ്രസുകാരനും, കോൺഗ്രസിന്റെ വികാരം സിരകളിൽ ഒഴുകുന്ന ഒരു കോൺഗ്രസുകാരും CPM-ന്റെ ആളുകളുമായി ഒത്തുചേരില്ല, അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കില്ല. അത്തരം ഒരു രാഷ്ട്രീയം കോൺഗ്രസിനില്ല എന്നതിനെ സംബന്ധിച്ച് തർക്കമില്ല. അതുകൊണ്ട് ആ കുടുംബത്തിന്റെ കൂടെ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ പൊലിഞ്ഞ, ജീവൻ നഷ്ടപ്പെടുത്തിയ ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഞങ്ങളുടെ അനിയന്മാർ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, ആ പ്രിയപ്പെട്ടവർക്ക് നീതി കിട്ടുക എന്നുള്ളതിന്റെ പോരാട്ടം തന്നെയാണ് കാസർഗോഡ് പാർട്ടിയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും എല്ലാം മുമ്പോട്ട് പോയിട്ടുള്ളതിനെ സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ഈ എല്ലാ കേസിനകത്തും കൃത്യമായി നമുക്കറിയാൻ സാധിക്കും. പല കേസിനകത്തും അതിന്റെ അന്തിമ വിധി വരുമ്പോൾ, തീർച്ചയായിട്ടും പല വിധി വരുമ്പോഴും അത്തരത്തിലുള്ള ആളുകളൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ഇതിന്റെ മേൽക്കോടതിയിലേക്ക് പോയിക്കൊണ്ട് ഈ പറയുന്ന ഗൂഢാലോചനയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള, കോടതി അവരെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടുള്ള പ്രതികളെ കൂടി, അവർക്ക് കൂടി ശിക്ഷ കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് വളരെ കൃത്യമായി തന്നെ ഈ വിധിക്ക് ഫൈനൽ വിധി വന്നതിന് ശേഷം ഞങ്ങൾ മുമ്പോട്ട് പോകുന്ന സംബന്ധിച്ച് ഒരു തർക്കമില്ല. പറഞ്ഞൊരു റിജിൽ, അതായത് പ്രതിഭാഗം വക്കീൽ അഡ്വക്കേറ്റ് CK ശ്രീധരൻ പറയുന്ന വാദം, അതായത് CBI-യുടെ ഗൂഢാലോചന സിദ്ധാന്തത്തിനേറ്റ തിരിച്ചടി കൊണ്ടാണ് ഈ 6 പേരെ CBI പ്രതി ചേർത്ത 6 പേരെ കോടതി വെറുതെ വിട്ടത് എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദമുണ്ട്. അതിനെതിരെ നിയമ പോരാട്ടത്തിലേക്ക് കോൺഗ്രസ് കടക്കും, അതാണ് പറയുന്നത് റിജിൽ.
തീർച്ചയായിട്ടും ഞങ്ങൾ അതിനകത്ത് കടക്കും. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ അത് കേരളത്തിലെ പോലീസ് കണ്ടെത്തിയതാണ്. അതിനുശേഷം 9 മുതൽ 14 വരെയുള്ള പ്രതികളെ CBI ആണ് അവരെ ഗൂഢാലോചനയിൽ കണ്ടെത്തിയത്. CBI കണ്ടെത്തിയ പ്രതികളാണ്. അപ്പൊ ബാക്കിയുള്ള പ്രതികൾ ഉൾപ്പെടെ ആ CBI കണ്ടെത്തിയ മറ്റ് പ്രതികൾ കോടതിക്കകത്ത് നിന്ന് അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ഈ വിധി വന്നതിന് ശേഷം ഞങ്ങൾ നിയമപരമായി മുമ്പോട്ട് പോകും. കേരളത്തിലെ CPM എന്ന് പറയുന്ന പാർട്ടി അവർക്ക് കിട്ടിയ TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം നടന്നിട്ടുള്ള കനത്ത ഒരു തിരിച്ചടിയാണ് ഈ വിധി. ആളുകളെ കൊല്ലിക്കാൻ മുൻകൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ച് ആളുകളെ കൊല്ലാൻ നോക്കുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പിനെ പോലും വെല്ലുന്ന രൂപത്തിൽ, നാണം കെടുത്ത രൂപത്തിലാണ് CPMന്റെ കൊട്ടേഷൻ പ്രവർത്തനം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്കറിയാലോ, ഈ ശരത്ലാലിനെയും കൃപേഷിനെയും കൊല്ലാൻ തീരുമാനിച്ച് തെങ്ങിൻ പൂക്കുല പോലെ നിങ്ങളുടെ തല ഞങ്ങൾ ചെതറിക്കുമെന്ന് പ്രസംഗിച്ച നേതാവ് കാസർഗോഡ് CPM നേതാവ് മുസ്തഫയാണ്. ആ മുസ്തഫ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയിട്ടുള്ള കൊലവിളി പ്രഖ്യാപനമാണ്. ആ കൊലവിളി പ്രഖ്യാപനമാണ് ഇരട്ട കൊലപാതകം വികൃതമാക്കി, ഭീകരമാക്കി, മുഖം പോലും കാണാൻ സാധിക്കാത്ത രൂപത്തിൽ അതിക്രൂരമായി കൊലപാതകം നടത്തിയത്. ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഭവത്തിന്റെ ഭാഗമല്ല. ആലോചിച്ചുറപ്പിച്ച് ഈ പ്രതികൾക്ക് എല്ലാതരം സംരക്ഷണവും കൊടുത്തിട്ടല്ലേ മുമ്പോട്ട് പോയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് CPM പറഞ്ഞെന്താ, ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ പ്രാദേശികമായ വിഷയമാണെന്ന് പറയുന്നു. അങ്ങനെ പ്രാദേശികമായ വിഷയമാണെങ്കിൽ എങ്ങനെയാണ് മുൻ MLA CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം ഈ കേസിനകത്ത് പ്രതിയാകുക? എങ്ങനെയാണ് ഏരിയ സെക്രട്ടറി DYFIയുടെ ജില്ലാ പ്രസിഡന്റായ ആള് പ്രതിയാകുക? എങ്ങനെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രതിയാകുക? ആലോചിച്ചുറപ്പിച്ച് ഈ നേതാക്കന്മാർ ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള തീരുമാനം എടുത്തത് കൊണ്ട് തന്നെയാണല്ലോ ഈ ആളുകളൊക്കെ പ്രതികളായിട്ടുള്ളത്. ഈ കേസ് നടത്തുന്നതിന് വേണ്ടി വളരെ കൃത്യമായ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട്. ഈ കേസ് കോടതിയിൽ എത്തിയതിനു ശേഷം അട്ടിമറിക്കപ്പെടുന്നതിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളുടെ, ഞാനും നിങ്ങളും കൊടുക്കുന്ന മാത്രമല്ല കൃപേഷിന്റെയും ശരത്ലാലിന്റെ കുടുംബം ഉൾപ്പെടെ കൊടുത്ത നികുതി പണം ഉപയോഗിച്ചാണ് 1 കോടിയോളം രൂപ ചെലവഴിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സോളിസിറ്റർ ജനറലിനെ കൊണ്ടുവന്ന് ഈ കേസ് വാദിച്ചല്ലോ CBI ഏറ്റെടുക്കാതിരിക്കാൻ. എന്നിട്ട് ആ കേസ് അട്ടിമറിക്കാൻ എല്ലാ ശ്രമങ്ങളും ഇവർ നടത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല ഈ പ്രതികൾക്ക് എല്ലാതരം ഒത്താശയും ഇവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ ഒത്താശയും ഈ സംരക്ഷണവും എല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനകത്ത് വളരെ കൃത്യമായി പഴുതടിച്ചുകൊണ്ടുള്ള ആ സാക്ഷികൾ കൃത്യമായ രൂപത്തിലുള്ള സാക്ഷികൾ അവിടെ ഹാജരാക്കുകയും ആ സാക്ഷികളുടെ കൃത്യമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കോടതിക്ക് ഇത്തരം ആളുകൾക്കെതിരായിട്ടുള്ള ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് പാർട്ടി അതിനകത്ത് എടുത്തിട്ടുള്ള അക്ഷീണമായ പ്രവർത്തനം, പാർട്ടി അതിനകത്ത് എടുത്തിട്ടുള്ള അതിജാഗ്രതയോടുകൂടിയുള്ള ആ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയുള്ള കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്റെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ അവിടുത്തെ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ KPCC പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവരും ഒറ്റക്കെട്ടായി അതിശക്തമായി ഇതിന്റെ നാൾവഴികളിൽ മുമ്പോട്ട് നീങ്ങി എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും കഴിഞ്ഞ ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വം ഈ സംഭവം നടക്കുമ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ KPCC നേതൃത്വമായാലും ഇപ്പോഴുള്ള KPCCയുടെയും പ്രതിപക്ഷ നേതൃത്വം എല്ലാം ഈ വിഷയത്തിനകത്ത് അതിശക്തമായി ജാഗ്രതയോടുകൂടി ഇടപെട്ടു, കുടുംബത്തോടൊപ്പം നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു പഴുതും ഇല്ലാതെ, ഒരു തരത്തിൽ അപഖ്യാതിയും ഇല്ലാതെ ഈ കേസിനകത്ത് ഞങ്ങളുടെ പാർട്ടി അതിശക്തമായി മുമ്പോട്ട് പോയി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിധി ഏതായാലും 3-ാം തീയതി ഈ വിധി പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ തിരികെത്താം